യുലേഫോൺ എന്ന ബ്രാൻഡിൻ്റെ യുലേഫോൺ ആർമർ 28 പ്രോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യുലേഫോൺ ആർമർ 28 പ്രോ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10,600 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റി തന്നെ ഇതിൽ വരുന്നുണ്ട്, അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതുമാത്രമല്ല 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്, അപ്പോൾ നല്ലൊരു ചാർജിങ് സ്പീഡും വരുന്നുണ്ട്. പിന്നെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്, അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. വളരെ മികച്ച ഒരു ബാറ്ററി സെറ്റപ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ 1.9 അപ്പേഴ്സിൽ വരുന്ന സോണി IMX 989 മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സെൻസർ ഇതിൽ വരുന്നുണ്ട്, ഇത് 1 ഇഞ്ച് സെൻസറാണ്. പിന്നെ 50 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. 64 മെഗാ പിക്സലിൻ്റെ f1.79 അപ്പേഴ്സിൽ വരുന്ന ഒരു അൾട്രാ നൈറ്റ് വിഷൻ ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ 4 ഇൻഫ്രാറെഡ് LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 50 മെഗാ പിക്സലിൻ്റെ f2.45 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഫോണിൻ്റെ ബാക്കിൽ രണ്ടാമത് ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. ഫ്രണ്ടിലുള്ള ഡിസ്പ്ലേക്ക് പുറമെ ബാക്കിൽ 1.04 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് 340x340 ആണ്. പിന്നെ ഇതിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് 600 nits ആണ് വരുന്നത്. ബാക്കിൽ രണ്ടാമത് ഒരു ഡിസ്പ്ലേയും കൂടി വരുന്നുണ്ട്, അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഫ്രണ്ടിലുള്ള ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2200 nits ആണ്. പിന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫോണിൽ സ്മാർട്ട് എക്സ്പാൻഷൻ കണക്ടർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്റ്റേണൽ പല ഡിവൈസുകളും ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സൈഡിൽ ഒരു ക്യാമറ കീയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫോൺ പെട്ടെന്ന് നീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രാഫിൻ കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ഇതിൻ്റെ ഏരിയ 15,314 mm² വരെ വരുന്നുണ്ട്. IR ബ്ലാസ്റ്ററിൻ്റെ സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. NFC-യുടെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ 3.5 mm ഓഡിയോ ജാക്കൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ 16 GB റാമിന് ബേസ് വേരിയൻറ്റിൽ വരുന്നുണ്ട്. അത് കൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതുവഴി നമുക്ക് 16 GB റാമും കൂടി എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലായിട്ട് 32 GB റാം വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. അതുമാത്രമല്ല 512 GB ഇൻറ്റേർണലും ഇതിൽ വരുന്നുണ്ട്. വളരെ കൂടിയ ഒരു ഇൻറ്റേർണലും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ, പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം ഇതിൽ MediaTek Dimensity 7300 എന്ന പ്രോസസ്സറേ ഈ ഫോണിൽ വരുന്നുള്ളൂ. ഈ ഒരു ഫോൺ ഏകദേശം 33,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്, അതും ഓഫർ കഴിഞ്ഞിട്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സറൊന്നും ഇതിൽ വരുന്നില്ല. പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. LPDDR5 റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പുമാണ് ഇതിൽ വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വരുന്നത്. ഫോണിൻ്റെ വെയിറ്റ് 450 ഗ്രാം വരുന്നുണ്ട്. വെയിറ്റ് വളരെ കൂടുതലാണ്. തിക്നെസ് വരുന്നത് 19.4 mm ആണ്. അപ്പോൾ തിക്നെസ്സും വളരെ കൂടുതലാണ്. അപ്പം സാധാരണ ഒരു ഫോണിനേക്കാളും 2 ഇരട്ടിയിൽ കൂടുതൽ വെയിറ്റും തിക്നെസ്സൊക്കെ ഇതിന് വരുന്നുണ്ട്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, IP68 69K റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മികച്ചൊരു IP റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ MIL STD 810Hൻ്റെ സർട്ടിഫിക്കേഷനും വരുന്നുണ്ട്. പൊതുവെ ബിൽഡ് ക്വാളിറ്റിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ്. അതും നല്ലൊരു കാര്യമാണ്. റഗഡ് ഫോൺസ് ആയതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിലല്ല ലോഞ്ച് ചെയ്തിരിക്കുന്നത്, ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ ഫോൺ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അവിടെ ഈ ഫോൺ അനൗൺസ് ചെയ്തിരിക്കുന്നത് $399.99 എന്ന പ്രൈസിങ്ങിലാണ്, അതായത് 33,800 രൂപ പ്രൈസ് റേഞ്ചിൽ.
ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. നല്ല ബാറ്ററി സെറ്റപ്പ് ഉണ്ട്, ഓൺ പേപ്പർ നല്ല ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണിൻ്റെ ബാക്കിൽ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. നല്ല IP റേറ്റിങ്ങും അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണൊക്കെയാണ്. അതുപോലെ തന്നെ സ്മാർട്ട് എക്സ്പാൻഷൻ കണക്ടറൊക്കെ ഇതിൽ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ വെയിറ്റും തിക്നെസ്സൊക്കെ കൂടുതലാണ്. അപ്പം അങ്ങനെയും ചെറിയ നെഗറ്റീവ്സും വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മൊത്തത്തിൽ വളരെ മികച്ച ഫീച്ചേഴ്സ് വരുന്ന ഫോൺ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്നേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള പ്രൈസിംഗ് എന്ന് പറഞ്ഞത് ഓഫർ പ്രൈസിംഗ് ആണ്. ഓഫർ കഴിഞ്ഞാൽ വില കുറച്ചും കൂടി കൂടുന്നതും ആയിരിക്കും. എന്തായാലും യുലേഫോൺ ആർമർ 28 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ സെലക്ട് ചെയ്യുമോ എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.